വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ നിന്നാണ് ഇനി ഇൻട്രോ എല്ലാം പറയുന്നത്. അവിടെ വാഷ് ചെയ്യുന്നുണ്ട്, അവിടെ മെഷീന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല. അപ്പോൾ പരിപ്പ് കറിയാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഇന്ന് നമുക്ക് ഒരു കല്യാണത്തിന് പോവാനുണ്ട്. ഉച്ചയാകുമ്പോഴേക്ക് പോയാൽ മതി. അപ്പം ഞാനും അമ്മയും നിച്ചൂട്ടിയും മാത്രമേ പോകുന്നുള്ളൂ. അച്ഛനും ഏട്ടനും വരുന്നില്ല, അവർക്ക് വേറെ പരിപാടിയുണ്ട്. അപ്പൊ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിൽക്കുമെന്ന്. ഇത്രയും സമയം ഈ മെഷീൻ ഒച്ചയാക്കുന്നുണ്ടായിട്ടില്ലേ? ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് വലിയ ഒച്ചയാക്കുന്നു. അതിന്റെ സൗണ്ട് മിക്കവാറും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ വേഗം ഒന്ന് പരിപ്പ് വെക്കട്ടെ, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് പുട്ടും മുട്ടക്കറിയാണേ. അപ്പോൾ അത് രാവിലെ തന്നെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ 2 മുട്ട എഗ് വൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം പുട്ടും ഉണ്ട്. അത് പെട്ടെന്ന് കഴിച്ച് തന്നിട്ട് നമുക്ക് ബാക്കി കാണാം. കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ, കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ. വാ, ഒരാളിതാ മീൻ മേടിക്കാൻ വരുന്നുണ്ട്. നടന്നോ എന്നാന്ന് ഒളിയുന്ന ഷർട്ട് ഇട്ടിട്ട് മീൻ വെക്കാൻ വരുമായിരുന്നു. നമ്മൾ ഇത്താത്ത കേക്കണ്ട, ഒളിയുന്ന ഷർട്ട് ഇട്ട് വരുന്നു പറഞ്ഞിട്ട്. വേണ്ട അന്നേനും അയിലുണ്ട്, മത്തിയുണ്ട്, ചെമ്മീനുണ്ട്. പഠിപ്പിക്കണോ? പഠിപ്പിച്ച് മുള്ളൻ, നല്ല പെരിയ മുള്ളൻ. എന്നാ വേണ്ടി അതല്ല, അവിടെ പൈസയും മാത്രല്ല അവിടെ വെച്ചതാ. എടുക്കട്ടെ, നോക്കട്ടെ. മതി മതി. അതാ എന്റെ ഇതുണ്ട്. നമ്മൾ ഇത്താത്തയോട് അന്വേഷണം പറയണേ. എന്റെ മീനായിട്ടാന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യൂ ഇപ്പൊ. മീമി ഓക്കെ, ടാറ്റാ. വാ, ഗേറ്റ് അടക്ക്. അപ്പുറം പിടിച്ചടക്കണേ. ഒന്തിക്കോളൂ 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 ഒന്തിക്കോളൂ. ഈ കൈ വെക്കല്ലേ. യെസ്, അത് അമ്മയിട്ടോളൂ, അത് അമ്മയിട്ടോളൂ. നിച്ചോട്ടിക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഷേക്ക് കുടിച്ചിട്ട് കുളിച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് നോക്ക പോരിക്ക. എന്നാ ഇത്ര തിരക്ക്? അമ്മ ആക്കട്ടെ. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിച്ചുന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇന്റർവെല്ലിന്റെ ക്ലാസ് ആണ്. ഞാൻ അന്നൊരിക്കൽ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിട്ട് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ്. അപ്പൊ ഇന്ന് ആ ക്ലാസ് ഉണ്ട്. അപ്പൊ അതൊന്ന് അറ്റൻഡ് ചെയ്യിപ്പിക്കണം. അപ്പം വേഗം റെഡി ആക്കിയിട്ട് സെറ്റ് ആയിട്ട് കാണാം. അപ്പൊ ഇതാ നിച്ചൂട്ടി കുളിച്ചിട്ട് വന്നു. നിച്ചൂട്ടി ഇങ്ങോട്ട് നോക്കിയാട്ടെ, കളിപ്പിച്ചേ. നിച്ചു എന്നാ കുപ്പായി ഇട്ടിട്ട് ആരെപ്പോലെയുള്ള പറഞ്ഞോടത്തെ? ആരാ? ഉണ്ണിയാർച്ചയാ. അപ്പോൾ നമ്മൾ ക്ലാസ്സിന് വേണ്ടി റെഡി ആയിരിക്കുകയെന്ന്. ക്ലാസ് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഉപകാരമാകുന്ന ഒരു സെഷനാണിത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചത്. അന്നൊരു പ്രാവശ്യം ഞാൻ ഇൻ്റർവെല്ലിൻ്റെ കോഴ്സിനെ പറ്റിയിട്ട് മോൾ അറ്റൻഡ് ചെയ്യുന്നത് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടൊക്കെ കുറേ പേര് അതിൽ ജോയിൻ ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്കും കൂടെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നും കൂടെ പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാം കേട്ടോ. 4, 5, 6, 7, 8, 9. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നിച്ചൂട്ടി എത്ര ഹാപ്പി ആയിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്നെല്ലാം വിചാരിക്കുമ്പോൾ ഇരിക്കുമോ, ഒരു 3 വയസ്സായിട്ടുള്ളൂ, 3 വയസ്സാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടീച്ചറെ പറയാതിരിക്കാൻ വയ്യ. ടീച്ചർ അവരുടെ അറ്റൻഷനൊക്കെ സീക്ക് ചെയ്ത് നല്ലോണം അവരെ എൻഗേജ്ഡ് ആക്കി വെക്കുന്നുണ്ട്. അവരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, കളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് അവർക്കും ഹാപ്പി ആയിട്ട് ആ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ മക്കൾ ഈ ഒരു സമയത്ത് എന്തായാലും അവർ കുറച്ച് ഫോൺ നോക്കും, കാർട്ടൂൺ കാണും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഒരു ഫൗണ്ടേഷൻ കിട്ടുകയും ചെയ്യും. നമ്മൾ പല ജോലി തിരക്കിലും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, എല്ലാം ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർ TV കാണുന്നതിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. മോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോഴ്സ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു pre-KG ലിറ്റിൽ ജീനി ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ പലരും ആലോചിക്കും ഇത്ര കുഞ്ഞു കുട്ടികൾക്ക് എന്താണ് ഇത്രയും പഠിപ്പിക്കാൻ എന്നൊക്കെ. അപ്പോൾ ഇവർ ശരിക്കും ഇങ്ങനെ ആൽഫബറ്റ്സ് പഠിപ്പിക്കുക, കളർ പഠിപ്പിക്കുക, അങ്ങനെയല്ല. ഇവർ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആക്കി വെച്ചിട്ട് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റാണ് ഇവർക്ക്. അപ്പോൾ കുട്ടികളെ ഫുൾ അറ്റൻഷൻ ഈ കുട്ടിക്ക് തന്നെ കൊടുക്കാൻ പറ്റും ടീച്ചേഴ്സിന്. അപ്പോൾ കുട്ടിക്കായാലും അങ്ങോട്ട് ആ ടീച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും ടീച്ചർ പറയുന്നതൊക്കെ കേൾക്കാനും അങ്ങോട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനും എല്ലാം നല്ലൊരു അറ്റൻഷൻ കിട്ടും. ഈ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ബുക്സും അതുപോലെ ക്രയോൺസും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ നമ്മുടെ ക്ലാസ്സിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടാവുക. ചില കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഭയങ്കര മടിയായിരിക്കും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും ചെയ്യാനൊക്കെ മടിയായിരിക്കും. അപ്പോൾ ഇത്രയും എൻഗേജ്ഡ് ആക്കിയിട്ട് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും. ഈ ഒരു പ്രീ KG ക്ലാസ് ഉണ്ടല്ലോ, നമുക്ക് 3 to 4 വയസ്സ് വരെയുള്ള ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 1ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില മക്കൾക്ക്, നമ്മളെ കുഞ്ഞു മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ അങ്ങ് പഠിച്ചെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ എഴുതലായാലും വായിക്കലായാലും എല്ലാം ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഫൗണ്ടേഷൻ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. Very good, super girl. ഇന്റർവെല്ലിന് ഈ ലിറ്റിൽ ജിനി എന്ന് പറയുന്ന കോഴ്സ് മാത്രമല്ല, ധാരാളം മറ്റു കോഴ്സുകളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെങ്ങനെയാണ് കുട്ടികളെ അതിലേക്ക് അഡ്മിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ, ഇവർ കുട്ടി അവരുടെ ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കൊടുക്കില്ല. അവർ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് വെക്കും. അതായത് ആ കുട്ടിയുടെ ലെവൽ ഇപ്പോൾ എന്താണെന്നുള്ളത് അവർക്ക് അറിയണം. അതായത് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ അറിയോ, എന്തിലാണ് കുട്ടി വീക്കായിട്ടുള്ളത്, എന്താണ് കുട്ടിയുടെ പഠനത്തിനുള്ള പ്രശ്നം എന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ചില കുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട് UPയിലും അല്ലെങ്കിൽ LPയിലും UPയിലൊക്കെ എത്തിക്കഴിഞ്ഞാലും എഴുതാനും വായിക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ സ്കൂളിൽ നിന്ന് എന്തായാലും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുന്തോറും സ്കൂളിൽ ടീച്ചേഴ്സിന് അത് പഠിപ്പിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ക്ലാസ് കൊടുത്തേ പറ്റൂ. അങ്ങനെ കുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഏത് സബ്ജക്റ്റിലാണോ വീക്കായിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിൽ ഒരു ബേസിക് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് നമ്മളെ സഹായിക്കും. ഈ ഒരു കോഴ്സാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇവർ ചെയ്യുന്ന നല്ലൊരു കാര്യമായിട്ടൊക്കെ തോന്നിയത്. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ പരിചയമുണ്ട് കുറേ കുഞ്ഞുമക്കൾക്ക് ഇപ്പോൾ 10ാം ക്ലാസ്സിലെത്തിയാൽ പോലും നേരം വണ്ണം എഴുതാനും വായിക്കാനും അറിയാത്ത മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു എക്സ്ട്രാ കെയർ കിട്ടുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊരു ട്യൂഷൻ സെൻറ്റർ പോയാൽ പോലും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടീച്ചർ നമ്മളെ സ്വന്തമായിട്ട് എടുത്തിട്ട് ഒരു 30-40 ദിവസം കൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിലുള്ള ഫുൾ കാര്യങ്ങൾ പഠിപ്പിച്ച് നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് വഴി കുട്ടിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രൊസീഡ് ചെയ്യുക. പ്രീ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രമാണ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. എല്ലാ സബ്ജക്റ്റിനും വേണമെങ്കിൽ അങ്ങനെയുള്ള ട്യൂഷൻ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. സ്കൂളിൽ കൊടുക്കുന്ന പോലെ തന്നെ നോട്ട്സ് കൊടുക്കും, ഷോർട്ട് നോട്ട്സ് കൊടുക്കും. പിന്നെ പാരൻസ് മീറ്റിങ്ങിൽ ഉണ്ടാവും അവരുടെ ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ക്ലാസ് കിട്ടും എന്നുള്ളതാണ്. ആ 1 മണിക്കൂർ അവർ ആക്റ്റീവായിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഡൗട്ടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും. ചെറിയ കാര്യമാണെങ്കിൽ നാണക്കേടായിരിക്കും ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കല്ലേ. ഇവിടെ ആകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. ആ ടീച്ചർ മാത്രമേ കേൾക്കുന്നുള്ളൂ, നമ്മളും ടീച്ചറും മാത്രമുള്ള ലോകമാണ്. അപ്പോൾ ഈസി ആയിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും അങ്ങ് പഠിച്ചെടുക്കാൻ പറ്റും. എന്തായാലും നിച്ചുട്ടി നല്ല ആക്റ്റീവായിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ആ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ മോൾ ഇത്രയും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു കൗതുകമല്ലേ, നമ്മളെ മോള് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ. വെറുതെ TV കണ്ട് കാർട്ടൂൺ കാണുന്ന സമയത്ത് നിന്ന് കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് നല്ല കാര്യത്തിനായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നിങ്ങൾ ടീച്ചിങ്ങിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മോണ്ടിസറി ടീച്ചർ ആവാനുള്ള ഒരു കോഴ്സൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കോഴ്സൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവെല്ലിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി വേറെ സ്ഥാപനങ്ങളിലും കൂടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും കുറച്ച് പഠനത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അന്ന് ചാൽ ബീച്ചിൽ ഒരു ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിട്ട് ഐഷാസ് ബുട്ടീക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ചെയ്ത ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സാണ് ഞാനും നിച്ചുട്ടി രണ്ടാളും ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് സുന്ദരി തരുണി മണികളായിട്ട് നമ്മൾ നേരെ കല്യാണത്തിന് പോവാം. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അച്ഛനും ഏട്ടനും വേറെ വഴിക്കാന്ന് എന്നെയും അമ്മേനെയും നിച്ചുട്ടീനെയും അവിടെ ഓഡിറ്റോറിയത്തിൽ ഡ്രോപ്പ് ചെയ്യും. കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കല്യാണ ഫംഗ്ഷൻ. അപ്പം നമുക്ക് വേഗം ഇറങ്ങാം. അമ്മേനിച്ചു മാച്ചിങ് ചിരിക്കി
മാച്ചിങ് കുപ്പായി ചുട്ടി സന്തോഷായ അമ്മ നിച്ച് മാച്ചിങ് ആണ്. ആ മറ്റേ കുഞ്ഞിയാൽ ഇതുപോലത്തെ കുപ്പായെല്ലാം ഇടുക. അതുകൊണ്ട് നമ്മള് നല്ല അടിപൊളി കുപ്പായ ഇട്ടിനെ. നിച്ചുട്ടിക്ക് ഇഷ്ടാന്നല്ലേ? അമ്മമ്മ നീലക്കിളിയാന്ന്, നീലിപക്ഷിയാന്ന്. മിനിയാന്ത കല്യാണത്തിന്റെ പുതിയ സാരി എല്ലാം ഉടുത്തിട്ട് അമ്മമ്മ റെഡിയായി. അപ്പൊ നമുക്ക് കല്യാണത്തിന് പോവാ. ആരെ കല്യാണ നിച്ചു? ഷായുമ്മേന്റെ കല്യാണ. സായുമ്മേന്റെ ഫ്രണ്ടിന്റെ മോളെ കല്യാണാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് പോവാം അല്ലേ? ഓക്കെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവോ അറിയില്ല. നമ്മളെ ബാക്കിലുള്ള സാഹിത്യ ഉണ്ടല്ലോ. അപ്പൊ സാഹിത്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് റുക്സാനത്ത. അപ്പൊ അവരുടെ മോളെ കല്യാണമാണ്. അപ്പൊ സാഹിത്യന്റെ അടുത്ത് അവർ സ്ഥിരം വരാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളുമായിട്ട് നല്ല കമ്പനിയാണ് ഇവിടെ വരാറും നമ്മൾ എപ്പോഴും കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബേസിലാണ് കേട്ടോ നമ്മളും കല്യാണത്തിന് പോകുന്നത്. അപ്പൊ ഇവരെ ശരിക്കും പറയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണൂർ സലീം എന്നുള്ള പാട്ടുകാരനുണ്ടല്ലോ, കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. മാപ്പിളപ്പാട്ടിൽ ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരിപ്പോൾ ഇല്ല. അപ്പൊ അവരുടെ പെങ്ങളാണ് ഈ റുക്സാനത്ത. അവരെ മോളതാണ് കല്യാണം. നമ്മളെത്തിയത് നല്ല കറക്റ്റ് സമയത്താണ്. പെണ്ണിതാ പുറത്ത് വന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി റെഡി ആവുകയാണ്. ഫാത്തിമ എന്നാണ് പെണ്ണിൻ്റെ പേര്. അപ്പോൾ സായിമ ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു വൈൻ കളർ സാരി എടുത്തതാണ് സായിത്ത, ഒരു ഗ്രേപ്പ് കളറില്ലേ. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ സായിമ. ഇതുവരെ ആയിട്ട് വീഡിയോയിൽ അങ്ങനെ വരുന്നില്ലേ ഇല്ല. ഞാൻ പറഞ്ഞു ഇന്ന് അടിപൊളിയായിട്ട് സാരിയെല്ലാം എടുത്തിട്ടില്ലേ, നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ കൂടിയുള്ളതാണ് റുക്സാനത്ത. അപ്പോൾ അവരുടെ അടുത്തുള്ളത് ബ്ലൂ ഉള്ളതാണ് ഫാത്തിമയുടെ ഉപ്പ. അപ്പോൾ ഇവരെ മോളെ കല്യാണമാണ്. നമ്മുടെ ഉസ്മാനിക്ക് ഉണ്ട് കേട്ടോ അടുത്ത്. സായിമ്മേൻ്റെ ഹസ്ബൻഡാണ് ഉസ്മാനിക്ക. അപ്പോൾ അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിച്ചൂട്ടിക്ക് ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഡ്രസ്സ് ഇട്ടതിൻ്റെ ഒരു ഇറിറ്റേഷനാണ് കേട്ടോ. മുഖത്തൊരു തെളിച്ചില്ലാത്ത. അപ്പോൾ കുറേ കാര്യമെല്ലാം ചെയ്തു വരുന്ന സമയത്ത് ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ അതാണ് മുഖം ഒരു ഉഷാറില്ലാത്ത. അപ്പം ചെക്കൻ വരുന്നതേ ഉള്ളൂ. അതിന് മുന്നേ ആയിട്ട് പെണ്ണിനെ വെച്ചിട്ട് അവിടെ ഫോട്ടോഷൂട്ടാണ്. കുറച്ച് ക്ലോസ് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോ എടുത്തു. പിന്നെ പെണ്ണൊറ്റയ്ക്കുള്ള കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻമാർ ഓരോ പോസ്റ്റെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെയാണല്ലോ. ഇവരുടെ നിക്കാഹെല്ലാം തലേ ദിവസം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ഫംഗ്ഷനൊന്നുമില്ല. റിസപ്ഷൻ ഫംഗ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അതവിടെ ഒരു സുന്ദരി കുട്ടീനെ കണ്ടേ. ഈ റുക്സാനത്തേൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ മോളും ഇതാ അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫോട്ടോയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. നിങ്ങൾ മുന്നേ ഒരു ചാനൽ അഷ്ന ആൻഡ് സലീൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അവരാണ് അവരുടെ കസിനാണ് കേട്ടോ ഈ ഫാത്തിമ. അപ്പോൾ അവരുടെ ചാനൽ ഞാൻ പണ്ട് സ്ഥിരം കാണുന്നതാണ്. അതുകൊണ്ട് ഇവരെല്ലാം എനിക്ക് ബൈഹാർട്ടാണ്. എല്ലാവരെയും അവരുടെ ചാനലിൽ കണ്ടിട്ട് നല്ലോണം അറിയാം. അപ്പോൾ ഓരോരാളെയും ഞാൻ അമ്മക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് ഇവരാണ് എന്ന് പറഞ്ഞിട്ട് ഞാനാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായേ. അപ്പോൾ ഫാത്തിമേനെ നല്ല ഭംഗിയുണ്ടായിന് കാണാൻ. ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കളറ് നല്ല മാച്ചിങ് ഉണ്ട് അവൾക്ക്. അപ്പം ഇവളും നമ്മളെ വീട്ടിലെല്ലാം വരുന്നതാണ്. സായിമാൻ്റെ അടുത്തേക്ക് വരുമ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അതുകൊണ്ട് പരിചയമുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആ ഡ്രസ്സ് സ്കേർട്ടൊക്കെ നല്ല, ആ വർക്കൊക്കെ നല്ല രസമുണ്ടായിന് കാണാൻ. കുറച്ച് നേരം നമ്മൾ പുറത്ത് നിന്ന് അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി. പക്ഷെ ആൾക്കാരെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളെ കല്യാണം പോലെ മുഹൂർത്തവും അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഓൾറെഡി നിക്കാഹെല്ലാം തലേദിവസം കഴിഞ്ഞുകൊണ്ട് ഇന്നൊരു റിസപ്ഷൻ മോഡൽ മാത്രം. അപ്പോൾ പെണ്ണും ചെക്കനും ആ ഒരു സമയത്ത് സ്റ്റേജിലേക്ക് വന്നാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഓഡിറ്റോറിയം നല്ല കാലിയായിരുന്നു. ആരും ഉണ്ടായിട്ടില്ല. കുറച്ച് പേരൊക്കെ പുറത്തെല്ലാം നിൽപ്പുണ്ട്. അവർ അകത്തേക്ക് കയറി ഇരിക്കണം അത്ര. നമ്മൾ പിന്നെ വെറുതെ പുറത്ത് നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് കയറി ഇരുന്നതാണ്. പെട്ടെന്ന് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഇതാ രണ്ടാളാടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെന്താ ചെക്കനും പെണ്ണോ, ഒരു മിനി ചെക്കനും പെണ്ണും പോലെ രണ്ടാളും കയറിയിരിക്കുന്നത്. നല്ല രസമുണ്ടായി കാണാൻ. ആദ്യം നോക്കുമ്പോൾ അവർ രണ്ടാളും മാത്രമേ ഇരിക്കുന്നുണ്ടായിട്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു കല്യാണ ചെക്കനെയും കല്യാണ പെണ്ണിനെയും പോലെ തോന്നി. നല്ല രസമുണ്ട്. ഇത് വലിയ ഓഡിറ്റോറിയമാണ്. ഒരു 2000 പേരൊക്കെ കൊള്ളുന്ന വലിയ ഓഡിറ്റോറിയമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ആൾക്കാർ തിങ്ങി നിറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഫുഡിൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് അറിയില്ല. അതാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട്. ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ തിരക്കുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും. നീച്ചൂട്ടി പിന്നെ എന്താ ചെക്കനും പെണ്ണും വരാത്തേ, കല്യാണ ചെക്കനും പെണ്ണും വരാത്തേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന്. പിന്നെ നമ്മളെ സൈബൂമ്മയും പിന്നെ അവരെ അമ്മായി എല്ലാവരും ഉണ്ടായിനി. അതുകൊണ്ട് പിന്നെ നമുക്ക് കമ്പനി ആയിട്ട് എല്ലാവരും ഉണ്ടായിനി. ഇത് ഇവരെ ചിലപ്പോൾ അറിയാമായിരിക്കും. ഇതാണ് സലീൽ. ഞാൻ പറഞ്ഞില്ലേ കണ്ണൂർ സലീം എന്ന് പറഞ്ഞവരുടെ മോനാണ്. ഇവരുടെ ആണ് ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയ സിംഗറാണ്. സജില സലീം, സജിലി സലീം എന്നെല്ലാം കേട്ടിട്ടില്ലേ. അപ്പം അവരുടെ ആങ്ങളെയാണ് ഇപ്പം കണ്ടേ ആ ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അവരുടെയൊക്കെ കസിനാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അപ്പോൾ അവരെല്ലാം ഉണ്ടാവുമെന്ന് സാഹിത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് കാണാം. അവരുടെ പാട്ടും ഗാനമേളയെല്ലാം ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അതെല്ലാം ഒന്ന് ലൈവായിട്ട് കേൾക്കാമെന്നുള്ള അർത്ഥത്തിലാണ് വേഗം ചാടിക്കെട്ടി വന്നത്.
ഓഡിറ്റോറിയത്തിൽ പെണ്ണും ചെക്കനും വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇവർ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, അതുകൊണ്ട് കുറച്ച് സമാധാനം. അവിടെ ഇരുന്ന് ബോറടിക്കൂലല്ലോ, കുറച്ച് സമയത്തേക്ക് അതും കേട്ടോണ്ടിരിക്കാമല്ല. നിച്ചുട്ടിക്ക് നല്ല ഉറക്കം വരുന്ന സമയമായിരുന്നു. എപ്പം ആ സമയത്താണല്ലോ ഉറങ്ങുക, അതുകൊണ്ട് ആ പാട്ടിൻ്റെ ഇടക്കും കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നല്ല തിരക്ക് തുടങ്ങലായിരുന്നു ഫുഡിൻ്റെ അടുത്ത്. അപ്പോൾ അടിപൊളി ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഫുഡ് കഴിച്ചു അടിപൊളിയായിട്ട്. പിന്നെ നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ചെക്കനും പെണ്ണെല്ലാം സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അവർ ഫുള്ള് ഫാമിലിയൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. ഇവിടെ തകൃതിയായിട്ട് പാട്ടും നടക്കുന്നുണ്ട് കേട്ടോ. നല്ല വൈബായിരുന്നു പാട്ടിന്, അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു. ഇവർ മാപ്പിളപ്പാട്ട് കുറേ മെയിനായിട്ട് മാപ്പിളപ്പാട്ടും പിന്നെ കുറേ ഹിന്ദി പാട്ടെല്ലാം ഉണ്ടായിരുന്നു, അടിച്ചുപൊളി പാട്ടുകൾ എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാനും അമ്മയും പിന്നെ കുറച്ച് നേരം അതെല്ലാം കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് തന്നെയാണ്. നമുക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പം സജിലിയെല്ലാം വന്നു കേട്ടോ. അവർ വന്നേ പിന്നെ മൊത്തം അങ്ങ് കളറായി, അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അവരെ ലൈവ് പെർഫോമൻസ് കാണുന്നത്. ഒരു രക്ഷയില്ല. കുറച്ച് നേരെ കണ്ടിട്ടുമെങ്കിലും അത് ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു. ആ സൗണ്ടെല്ലാം എന്ത് രസമാണെന്ന് പറയാം, കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായി. കല്യാണ പെണ്ണും കല്യാണ ചെക്കനും നല്ല രാജാവിനെയും റാണീനെയൊക്കെ പോലെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. നല്ല പേര്, നല്ല മാച്ച് ഉണ്ട് രണ്ടാളും. ചെക്കൻ്റെ ഡ്രസ്സും എല്ലാം നല്ല അടിപൊളിയായിനി. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല തിരക്കാണ്. അതുകൊണ്ട് സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. ഞാൻ ബാക്കിൽ ഇരുന്നിടത്ത് ഇങ്ങനെ സൂം ചെയ്തിട്ടാണ് ചെക്കനെയും പെണ്ണിനെയും എടുത്തത്. ക്ലിയർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അവിടുന്ന് നമ്മളെ സബ്സ്ക്രൈബറിനെ എല്ലാം കണ്ടുവിട്ടാ. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അവിടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവുമെന്ന്. 1-2 പേരുണ്ടായിരുന്നു. ഒരാൾ ഓടി വന്ന് വർത്താനം പറഞ്ഞു, അതുകൊണ്ട് നല്ല ഹാപ്പിയായി. പക്ഷേ ഈ പാട്ടുള്ള കാരണം ഒന്നും വർത്താനം പറയാനോ ഒന്നും പറ്റിയില്ല. ഒന്ന് പേര് ചോദിച്ചിട്ട് പോലും അതുപോലും ഞാൻ കേട്ടില്ല. അത്രയും നല്ല സൗണ്ടല്ലേ ഉണ്ടായാടാ. അതുകൊണ്ട് അധികം വർത്താനം പറയാനൊന്നും പറ്റില്ല. പിന്നെ ഏകദേശം പരിപാടി തീരാനായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഞാനും അമ്മയും നിച്ചുട്ടി സൈബും നമ്മുടെ ബാക്കിലത്തെ സൈബൂത്തി ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. ഏട്ടനും അച്ഛനും കണ്ണൂർ പോയിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിക്കോന്ന് പറഞ്ഞിട്ടാണ്, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരുണ്ടെങ്കിൽ നമ്മൾ തിരക്കിട്ട് വരേണ്ടി വരുമല്ലോ, നമുക്ക് ആ പരിപാടി ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി. നമ്മൾ ഓട്ടോന് പോവാം, എന്നിട്ട് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. ബസ്സിന് പോകാമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നിച്ചൂട്ടി ഇതുവരെ ബസ് കയറിയിട്ടില്ല. നിച്ചൂട്ടി ഇപ്പോൾ 3 വയസ്സായില്ല, ആദ്യമായിട്ടാണ് ബസ്സിൽ കയറാൻ പോകുന്നത്. അതുകൊണ്ട് അതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞേ. നിച്ചൂട്ടീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്നെ ഇപ്പോൾ നിച്ചുവിന് 3 വയസ്സ്, അതിനിടയിൽ ഞാൻ ബസ് കയറിയിട്ടില്ല. അതിന് മുന്നേ ഒരു കൊല്ലം ഏകദേശം പ്രഗ്നൻസി, ഒരു 4-4.5 വർഷത്തിലധികമായി, 5 വർഷം തന്നെ പറയാം, അത്രയായി ബസ് കയറാത്തത്. അപ്പം എനക്കും കുറേ നാൾ കൂടിയിട്ട് ബസ് കയറുന്ന ഒരവസ്ഥയാണ്. നിച്ചു വന്നേ പിന്നെ നമ്മൾ കയറി അടി പോകുന്നുമില്ല. അധികം പോകുന്നുണ്ടെങ്കിൽ തന്നെ ഏട്ടൻ്റെ കൂടിയല്ലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോകുന്നേ ഉണ്ടായിട്ടാണ്. അപ്പോൾ നിച്ചു നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ബസ് കയറിയിട്ട്. ഇതെന്താ പോവാത്ത അമ്മ, ഇതെങ്ങനെയാണ് പോവുക, ആരാ ഓടിക്കുവാന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിന്. പിന്നെ അപ്പുറം ഇപ്പുറം കുറേ ബസ് നിർത്തിയിട്ടുണ്ടല്ലോ, ബസ് സ്റ്റാൻഡ് കാണുന്നതും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഭയങ്കര ത്രില്ലായിരുന്നു. എത്രയാ ബസ് അമ്മയെന്നെല്ലാം ചോദിച്ചിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിനി. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിട്ട് വന്ന് ഡ്രസ്സ് മാറ്റി വെച്ചപ്പോൾ എന്നെ കുറേ ആശ്വാസമായി. ഇന്ന് മുഖെല്ലാം കഴുകണം അത്ര, അപ്പോഴേക്കും അമ്മ ചായ വെച്ചിന്. അപ്പോൾ വേഗം ഇനി ചായ കുടിച്ചിട്ട് നമുക്കൊന്ന് മുഖെല്ലാം കഴുകി കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആവാം. നിച്ചൂട്ടി ഉറങ്ങി, ഇനി ബസ്സിൽ വരുമ്പോൾ ഉറങ്ങിയതാണ്. പിന്നെ നമ്മൾ പഞ്ചായത്ത് ഇറങ്ങി, പിന്നെ ഓട്ടോനെ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ ഇവിടെ വന്നേ പിന്നെ നിച്ചൂട്ടി എണീറ്റ് ഇനി നമ്മൾ ചായ കുടിക്കട്ടെ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളെ കണ്ണൂർ കല്യാണത്തിന്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായേ. ഇന്നലെ ഇതിനേക്കാളും അടിപൊളി പരിപാടിയെല്ലാം ഉണ്ടെന്ന് സാഹിത്യ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം ഇന്നാന്നല്ല പോയിനി, അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് കുറച്ച് സമയമല്ലേ ഉണ്ടായിട്ടും അവിടെ, അതുകൊണ്ട് ആ സമയം പാട്ട് ഗാനമേളയിൽ ഉണ്ടായതുകൊണ്ട് അടിപൊളി, എന്താ വൈബ് അറിയാം, നല്ല രസം ഉണ്ടായിനി, നല്ലോണം എൻജോയ് ചെയ്തു. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.